ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മൗനരാഗത്തില് ആദ്യം തന്നെ നമ്മുടെ പ്രകാശൻ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഭഗവതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ദൈവത്തെ വിളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയം തന്നെ കാർത്തിക അവിടേക്ക് വരികയാണ്. ആ മോൾ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്ന പാടെ തന്നെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് കാർത്തിക. എങ്ങനെയുണ്ടായിരുന്നു മോളെ യാത്ര എന്ന് ചോദിക്കുകയാണ്. നന്നായിരുന്നു അച്ഛാ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൊക്കെ പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പോയി അച്ഛാ എന്ന് പറയുന്നുണ്ട്. അവരെന്തായാലും നിന്റെ കെട്ടിയോനെ പോലെ തന്നെ നല്ലവരാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതെ, അവര് അച്ഛൻ മരിച്ച വിഷമത്തില് അവർക്കൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവരുടെ വിഷമൊക്കെ മാറിയച്ച, അതുകൊണ്ട് അവര് സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയത്. ഇനിയിപ്പോൾ അവിടേക്കൊക്കെ വിരുന്നിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഞങ്ങളോട്. ഓരോ ദിവസം പോകണം ഓരോരുത്തരുടെ വീട്ടിലായിട്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മോളെ സൂക്ഷിക്കണം, അവൻ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കും. എന്തായാലും മോളുടെ കല്യാണം കഴിഞ്ഞത് അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രതീഷും പിന്നെ നമ്മുടെ കിരണൊക്കെ പറയുന്നുണ്ട് അവൻ ഇനി പേടിക്കേണ്ട, അവൻ വരില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് പേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറയുന്നുണ്ട്. അവൻ ഇനി ആർക്കും പേടിയില്ല, ഇനി ഞങ്ങൾ ഇപ്പം അവനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല എന്നിങ്ങനെ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്. അല്ല, നിന്റെ കെട്ടിയോൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പുറത്തുണ്ട് അച്ഛ എന്ന് പറയുന്നുണ്ട്. വാ, അവനെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് അവളെ കയ്യും പിടിച്ചിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ റൂമിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വേലുവിനെ അണിയിച്ചൊരുക്കുന്ന കിരണ്ണയാണ് കാണിക്കുന്നത്. അവന്റെ മുടിയൊക്കെ ചീക്കി കൊടുത്ത് അവനെ പൊതുമണവാളനാക്കി അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വേലു പറയുന്നുണ്ട്, സാർ എന്നെ ഒരുക്കണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എടാ, അമലുവിനെ ഒരുക്കുന്നത് കല്യാണിയാണ്, പിന്നെന്താ എനിക്ക് നിന്നെ ഒരുക്കിയാൽ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരി, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കളിയാക്കിയിട്ട് കിരൺ. അപ്പോൾ അല്ല സാറേ, അങ്ങനെയൊന്നും അല്ല, സാർ ഇത്രയും വലിയ ആള്, അപ്പോൾ അതൊന്നും സാരില്ല, നീ അതൊക്കെ വിട്ട് എന്ന് പറയാണ്. അപ്പോൾ അല്ല, നിന്റെ മാമിയെ വിളിക്കാൻ വേണ്ടിയിട്ട് രതീഷ് പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. മാമിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വേലു. അപ്പോൾ ഇല്ലടാ, ഇവിടെ വന്നിട്ട് പറയാം, അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ മാമൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ല ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയാണ്. അത് തന്നെയാണ് എനിക്കും ഒരു പേടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേലും പറയുകയാണ്. നീ ഒന്നും പേടിക്കണ്ട, എന്തായാലും നിന്റെ അമലുവിൻ്റെ മനസ്സ് ഇനി മാറാൻ പാടില്ല, അതിനു മുമ്പ് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണം, നിങ്ങൾ രണ്ടാളും ഇനി ഒന്നായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അറിയാലോ നിനക്ക് ആ ഗംഗ വന്നതിന് ശേഷം അമലുവിൻ്റെ മനസ്സ് മാറിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇല്ല സാറേ, ഇനി അവളുടെ മനസ്സ് ഒരിക്കലും മാറില്ല, അതന്ന് എന്നെ ജീവനായിരുന്നു അവൾക്ക്, അന്ന് അവൻ വന്നതിന് ശേഷം എന്തു പറ്റിയെന്ന് അറിയില്ല അവൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാടാ ചില ആണുങ്ങളും പെണ്ണുങ്ങളും ചില പെണ്ണുങ്ങളുടെ മനസ്സിലാക്കാൻ ആണുങ്ങളുടെ മനസ്സിലാക്കാൻ ഇതുപോലെ ഓരോരുത്തന്മാരും ഉണ്ടാകും. നിനക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മനോഹറിനെ പറ്റിയിട്ട് എന്ന് പറയുമ്പോൾ, അയ്യോ സാറേ, അത് വല്ലാത്തൊരു ജന്മം തന്നെയാണ്, എത്ര പെൺകുട്ടികളെയാണ് അവൻ കല്യാണം കഴിച്ചത്. അതെ, അവൻ ഒരു പെൺകുട്ടിയെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടി അവൻ്റെ സ്വന്തമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. എത്രയായാലും അവനിപ്പം നല്ലതായപ്പോൾ ഒരു ഭാര്യ പോലും ഇപ്പം അവൻ്റെ കൂടെയില്ല എന്ന് പറയുന്നുണ്ട്. അവനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല സാറേ എന്ന് വേലു പറഞ്ഞിട്ട് പറയുകയാണ്. അവനിപ്പോൾ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ പറക്കാൻ പായുന്നുണ്ട്, പക്ഷേ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ അവനെ അംഗീകരിക്കാനൊന്നും പറ്റില്ല സാറേ, അവൻ അത്രയ്ക്ക് ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന അപ്പുറത്തെ റൂമിൽ നമ്മുടെ കല്യാണി അമലുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരികിലായിട്ട് കാദംബരിയും അതുപോലെ കാർത്തികയും ഉണ്ട്. അപ്പോൾ എന്താ അമലു നിന്റെ മുഖത്ത് ഇത്ര വിഷമം, നീ ശരിക്ക് ഇതാക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയായിരുന്നു ഒരുക്കുന്ന സമയത്ത് ഒരാളുടെ മുഖം വിഷമിച്ചിരുന്നത്, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയിൽ. എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തികയോടായിട്ട് കല്യാണി. ഇല്ല, ഒന്നും സംഭവിച്ചില്ല, അതുപോലെ തന്നെ ഈ കല്യാണം ഭംഗിയായി നടക്കും, നിന്റെ അമ്മയെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടല്ല ഒന്നായി തന്നെ കഴിയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് അമലുവിൻ്റെ അമ്മ വരികയാണ്. ഇത് ആരാ എത്തിയതെന്ന് നോക്കി എന്നിങ്ങനെ കല്യാണി പറയുന്ന സമയത്ത് അവരൊക്കെ അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ അമലുവിൻ്റെ അമ്മയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആ സമയത്ത് വാ ആൻറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ രതീഷ് സാർ എന്നെ വിളിക്കാൻ വന്നപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പിന്നെ ഇവിടെ എത്തിയപ്പോൾ വേലുവാണ് ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആകെ പേടിച്ചു പോയി, ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നു എന്ന് വിചാരിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ അമലുവിൻ്റെ അമ്മ പറയുകയാണ്. അപ്പോൾ ഇല്ല ആൻറ്റി, ഒന്നും സംഭവിച്ചിട്ടില്ല,
നോക്കിയേ ആൻറ്റിയുടെ മകളെ ഒന്ന് നോക്കി എന്ന് പറയുന്നുണ്ട്. ഇവരുടെ എന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ചെറിയൊരു കാവുണ്ട്, ആ കാവിൽ ഒരു ചെറിയൊരു ചടങ്ങെന്ന രീതിയിൽ ബാക്കിയൊക്കെ അവിടെ പോയിട്ട് നടത്താലോ എന്ന് പറയുന്നുണ്ട്. എന്നാലും മോളുടെ അച്ഛൻ മരിച്ച ചടങ്ങുകളൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ മോള് എന്നിങ്ങനെ കല്യാണിയോട് അമലുവിൻ്റെ അമ്മ പറയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് അത് സാരില്ല, ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് ഭാര്യ ഭർത്താവൊക്കെ ആക്കുന്നതേ ഉള്ളൂ, പിന്നെ ഇവർ ഒന്നിച്ചുള്ള ജീവിതം അത് നിങ്ങളുടെ കാട്ടിലെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അമലുവിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, ഞാൻ കൊണ്ടുവന്ന അമലുവാണോ ഇപ്പോൾ ഉള്ളത് എന്നിങ്ങനെ കല്യാണി ചോദിക്കുകയാണ്. അങ്ങനെ മോള് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഇനി എന്തായാലും ആരും വിഷമിക്കേണ്ട, ഇവർ രണ്ടുപേരും ഒന്നാവട്ടെ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഈ പറയുന്ന കാവിൻ്റെ ഉള്ളിലുള്ള അമ്പലമാണ് കാണിക്കുന്നത്. അവിടെ പൂജാരി പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 കാറിലായിട്ട് കിരണും കല്യാണിയും അവരെല്ലാവരും വന്നിറങ്ങുകയാണ്. അങ്ങനെ അതിനുശേഷം അമല് നാണത്തോടു കൂടി ഇങ്ങനെ മാറി നിൽക്കണ കാണുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, കല്യാണപ്പെണ്ണെ അമലു ഇങ്ങോട്ട് വായു നല്ല ഉഷാറിലെങ്കിൽ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അമ്പലത്തിൻ്റെ അകത്തേക്ക് അവർ നടക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം കിരൺ പറയുന്നുണ്ട്, ഇവരാണ് കല്യാണപ്പെണ്ണ്, അപ്പം എന്താ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു എന്ന് പൂജാരി പറയുന്നുണ്ട്. അപ്പോൾ ഇവരാണ് കല്യാണപ്പെണ്ണും ചെറുക്കനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് കാട്ടിലാണ് താമസം, അപ്പോൾ അവിടുത്തെ ആചാരപ്രകാരം എന്തായാലും ഒന്നും കൂടി കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ അത് സാറ് നാളെ പറഞ്ഞായിരുന്നല്ലോ എന്നിങ്ങനെ പൂജാരി പറയുകയാണ്. അങ്ങനെ അമലുവിൻ്റെ അരികിലേക്ക് വേലുവിനോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്, തൊട്ടരികിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നന്നായി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചോ എന്നൊക്കെ ഇങ്ങനെ പൂജാരി പറയുമ്പോൾ അതുപോലെ അവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പൂജിക്കാനുള്ള താലി തന്നോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയാണ് ഇവളുടെ കയ്യിൽ കാദംബരിയുടെ കയ്യിൽ നിന്നും ആ താലി വാങ്ങിയിട്ട് ആ തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ താലി ഒന്ന് പൂജിച്ചിട്ട് വരാം, നിങ്ങൾ പ്രാർത്ഥിച്ച് നിൽക്കുക എന്നും പറഞ്ഞ് പൂജാരി താലി പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം താലിയൊക്കെ പൂജിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുഹൂർത്തമായി, ഇനി എന്തായാലും സമയം കളയണ്ട, ആരുടെയെങ്കിലും മുതിർന്നവരുടെ ആരുടെയെങ്കിലും അനുഗ്രഹം വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ വേലുവും അമലവും കൂടിയിട്ട് കല്യാണിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അതിനുശേഷം കിരൺ, അതിനുശേഷം സ്വന്തം അമ്മയുടെ, അതായത് അമലുവിൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് അങ്ങനെ അവരവിടെ നിൽക്കുകയാണ്. ഇനി എന്തായാലും താലിയെടുത്ത് ചാർത്തിക്കോള് കെട്ടിക്കോള് എന്ന് പറയുന്ന സമയം വേലു താലിയെടുത്ത് അമലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ്. അതിനുശേഷം പൂമാല കല്യാണി എടുത്തിട്ട് നമ്മുടെ അമലുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പൂമാലയല്ല, തുളസിമാല. അങ്ങനെ തുളസിമാല അമലു വേലുവിൻ്റെ കഴുത്തിൽ അണിയുകയും കിരൺ തുളസിമാല എടുത്ത് വേലുവിൻ്റെ കയ്യിൽ കൊടുക്കുകയും വേലു അത് അമലുവിൻ്റെ കഴുത്തിലിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിന്ദൂരം എടുത്തിട്ട് വേലു അമലുവിൻ്റെ നെറ്റിയിൽ ചാർത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് അമ്മയോട് വരാൻ പറയുകയാണ്, കരങ്ങൾ പിടിച്ചു കൊടുക്കാനായിട്ട് വരാൻ പറയുമ്പോൾ അമലുവിൻ്റെ അമ്മ അവിടേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം വെറ്റിലയും അടക്കയും എടുത്തിട്ട് ഇങ്ങനെ വെറ്റില എടുത്തിട്ട് ആ തട്ടിലേക്ക് ഇങ്ങനെ വേലുവിൻ്റെ കൈ വെച്ച് കൊടുക്കും. വേലുവിൻ്റെ കയ്യിലോട്ട് നമ്മുടെ അമലുവിൻ്റെ കൈയൊക്കെ വെച്ച് അവരങ്ങനെ ഒരു വലം ചുറ്റിയിട്ട് വന്നോളൂ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അമ്പലത്തിന് ചുറ്റും വലം ചുറ്റി അങ്ങനെ വരികയാണ്. അതിനുശേഷം എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുകയും പിന്നീട് കിരൺ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ഹോട്ടലിലാണ് സദ്യയൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്, പൂജാരിക്ക് വരാൻ സമയം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കിവിടെ 1-2 പൂജകളും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അവരെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.